ഏലക്കായൊക്കെ എടുത്തു തന്നല്ലാതെ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ. എന്നാ പറ്റി? ഏലക്കായ എടുത്ത് തന്നാൽ സാധാരണ സ്റ്റോറിലോട്ട് കൊണ്ടുപോകും, ഉണങ്ങും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് കായെല്ലാം ഉണങ്ങാനെല്ലാം കൊടുത്തായിരുന്നു. അപ്പോൾ കായ് ഇന്ന് റെഡിയായി കിട്ടും. അപ്പം അതൊന്ന് പോയി നോക്കിയിട്ട് ഞങ്ങളൊന്ന് പോയിട്ട് വരാം. അമ്മയ്ക്ക് തണുക്കുന്നുണ്ടോന്ന്? തണുപ്പാകാൻ തുടങ്ങിയില്ലേ? അതെ, വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നല്ല തണുപ്പായല്ലേ. ഡിസംബർ മാസം ആകാൻ തുടങ്ങിയില്ലേ? ഇനിയിപ്പോ തണുപ്പ് വരും. ജനുവരി ആകുമ്പോ ജനുവരി കാറ്റ് വരും. അന്നേരം നല്ല സുഖമാണ്. പകലൊന്നും വലിയ തണുപ്പായിരുന്നു പകലും, പക്ഷെ അന്തരീക്ഷം മഴയില്ലായിരുന്നു. അന്തരീക്ഷം നല്ലതായിരുന്നു, ഒരു ചൂടില്ലായിരുന്നെങ്കിൽ. എന്നാ നമുക്കെന്നാ പോയി ആ ഏലക്കായൊക്കെ എടുത്തോണ്ട് വരാം അല്ലേ? നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ പയ്യമ്പള്ളിൽ കാർഡ്രം ഡ്രയേഴ്സിലാണ് കേട്ടോ. നമ്മുടെ കമ്പംമെട്ടിന് തൊട്ടടുത്തുള്ള ഏലക്കാക്ക ഉണങ്ങുന്ന സ്റ്റോറാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നോക്കി കാണാം എങ്ങനെയാണ്. നമ്മുടെ ഏലക്കായ എല്ലാം നമ്മൾ ഡ്രയറിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കഴുകി ചെളിയെല്ലാം കഴിഞ്ഞ് നല്ലപോലെ കഴുകി എടുത്തിട്ടാണ് ഓരോ ആൾക്കാരുടെയും തരംതിരിച്ച് ഡ്രയറിനകത്ത് കയറ്റി റെഡിയാക്കി വിടുന്നത്. സന്തോഷേട്ടാ, നമ്മളിത് കഴുകുമ്പോഴേ വെള്ളം മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ ഇതിനകത്ത്? കാരം. കാരം ഉപയോഗിക്കുമ്പോൾ ഇത് മൊത്തം ക്ലീൻ ആവും നല്ലപോലെ. ചെളിയെല്ലാം പോയി നല്ലപോലെ ക്ലീൻ ആവും. അപ്പോൾ അത് കഴുകിയെടുക്കുന്നത് അടുത്ത് നമ്മളെ ഇടുമ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓരോ ആൾക്കാരുടെ അല്ലേ ഇടുന്നത്? ഓരോ ആൾക്കാരുടെ കൊണ്ടുവന്ന് അതെല്ലാം കഴുകി റെഡിയാക്കി സെപ്പറേറ്റ് ഇടും. കുറിപ്പടി എഴുതിയിട്ട് ഓരോരുത്തരുടെയും പേരും ഓരോ ആൾക്കാരുടെ പേരും അഡ്രസ്സും എഴുതി ഇടും. എന്നിട്ട് ഉണങ്ങി വരുമ്പം അത് വാരി ഓരോരുത്തർ വാരി ഇടും. കഴുകാനായിട്ട് ഇടുക കേട്ടോ. ഇങ്ങനെ ഇതിന്റെ മേളിൽ നിന്ന് ഇട്ടിട്ട് ഇത് ഒരു ട്രിപ്പ് എത്ര കിലോ വരെ? 150 കിലോ. 150 കിലോ ഇതിനകത്ത് കഴുകിയെടുക്കും. ചെളിയും എല്ലാം ഇതിന്റെ താഴെ കൂടെ പോകും. ഓരോന്നായിട്ട് നമ്മൾ ഒരു 150 കിലോ വരെ അതിനകത്ത് ഇട്ട് കൊടുക്കും. 150 കിലോ വരെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ കപ്പാസിറ്റി ആയി. പിന്നെ അത് കഴുകി കഴിഞ്ഞിട്ട് അടുത്ത കയറ്റിയിടുന്നത് ഉണ്ടോ. ചെളി എന്തായാലും പോകുന്നതെന്ന് കണ്ടോ. അതിൻ്റെ ചെളിയും അതിൻ്റെ അഴുക്കെല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആകുക. ആ ക്ലീൻ ആയി കഴിയുമ്പം ഇതുണ്ടോ കഴുകി വെച്ചേക്കുന്നത് ഉണ്ടോ. ഇപ്പോൾ അത് എടുക്കുമ്പോൾ ആ കൊട്ടയ്ക്കകത്ത് വന്ന് വീഴുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് ഇതുണ്ട്. ഇനി കാര വിട്ട് വിടും. കാര വിടുമ്പോഴത്തേക്കിനും ചെളിയെല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടോ അതിനകത്തേക്ക് കണ്ടോ. മൊത്തം ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഇനി വീണ്ടും വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴിയുമ്പോഴും അപ്പോൾ നല്ല ക്ലിയർ ആവും. വീണ്ടും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച് നല്ലപോലെ മോട്ടറിൽ നല്ല വീണ്ടും കറങ്ങി നല്ല സെറ്റായിട്ട് ഇതിൻ്റെ ചെളിയെല്ലാം ഫുള്ള് പോയി നല്ല ക്ലീനാകും. കായൊക്കെ കഴുകിയത് കൊട്ടയ്ക്കകത്തോട്ട് പിടിക്കാൻ തുടങ്ങി. കഴുകി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരാളുടെ ഇതിനി ഉണങ്ങാനായിട്ട് കൊണ്ടിടുക. അകത്തിട്ട് ഈ ചെറിയ ഇത് നിരത്തുന്നുണ്ടോ? ഇല്ല, മൂലയിലോട്ട് എടുത്ത് വെക്കും. ഓരോ ചെറിയ ഒരു 50 കിലോയ്ക്ക് താഴെ വരുന്ന ആൾക്കാരുടെ ഓരോ സൈഡിൽ മൂലയ്ക്ക് വെക്കുക. സഞ്ചിക്കകത്ത്. ബാക്കിയുള്ളത് നിരത്തും. കൂടുതലുള്ളത് ഒരാളുടെ നിരത്തും വലയിടും, അടുത്ത ആളുടെ നിരത്തും. അത് മാറിപ്പോയിരിക്കും. പേരെഴുതിയിടും. അപ്പോൾ നിരത്തുന്ന കൂടെ നോക്കാം. കഴുകിയെടുത്ത നേരെ കൊണ്ടുവന്നത് ഡ്രയറിനകത്തോട്ട് ഇടുക കേട്ടോ. ഡ്രയറിലേക്ക് ഇട്ട് ഓരോ ആൾക്കാരുടെ ഇട്ട് തീർത്തിട്ട് അതിന് മേളിലെടുത്ത വലയിടും. ഇതിപ്പോൾ ഒരാളുടെ ഇട്ടുകൊണ്ടിരിക്കുക. കുറച്ചുള്ളവരുടെ എല്ലാം സഞ്ചിക്കകത്ത് കെട്ടി വെച്ചു മൂലയ്ക്ക്. ഇനി കൂടുതലുള്ളവരുടെ ഇതുപോലെ കഴുകി എല്ലാം റെഡിയാക്കി. ചൂട് കാറ്റടിച്ചിട്ടാണോ? ചൂട് കാറ്റ് ഇനി ഇതിനകത്ത് ചൂട് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഉണങ്ങി വരുന്നത്. ഇതോ ചാക്കിനകത്തുള്ളത് ഉണങ്ങും. ഇല്ല, ഇതോരോ കറക്റ്റ് 60 ഡിഗ്രി 70 ഡിഗ്രി ഒക്കെ ചൂടാനാണ് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കും. ഇതിപ്പോൾ ഫുള്ളി ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഡ്രയർ വേറെ വന്നിട്ടുണ്ട്.
അതിന് പിന്നെ ഒരു കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചാൽ മതി. തന്നെ ഓട്ടോമാറ്റിക്കായിട്ടാണോ 24 മണിക്കൂർ. നമുക്കിവിടെ മൊത്തം 3 ഡ്രയർ ഉണ്ടല്ലേ? 3 ഡ്രയർ 700 കിലോ വെച്ച്. ഒരു എണ്ണത്തിന്റെ കപ്പാസിറ്റി 700 കിലോ. 700 കിലോ പച്ചക്ക നമുക്ക് ഉണങ്ങിയെടുക്കാം. അപ്പൊ നമുക്ക് ആവറേജ് എന്നാ സമയം എടുക്കും ഇത് ഫുള്ളൊന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ? 18 മണിക്കൂർ തൊട്ട് 20 മണിക്കൂർ വരെ. 18-20 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടും. പിന്നെ വീണ്ടും നമ്മള് ഒരു കുറച്ച് നേരം മെഷീൻ റെസ്റ്റ് ചെയ്യും. അന്നേരൊക്കെ എല്ലാം കഴിഞ്ഞ് റെഡിയായി 3-4 മണിക്കൂർ റെസ്റ്റ് കിട്ടും. 3-4 മണിക്കൂർ കിട്ടും. കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പം സീസൺ ആയതുകൊണ്ട് കാ നല്ല വരവുണ്ടല്ലേ? ഒരു 24 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടും 700 കിലോ. 24 മണിക്കൂർ വേണ്ട. 18 മണിക്കൂർ ടു 20 മണിക്കൂർ. 20 മണിക്കൂർ കൊണ്ട് കറക്റ്റാ. രാത്രി ഉറക്കം നടക്കില്ലേ? ഉറങ്ങാം, നമുക്ക് ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട്. എന്നാലും ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് ചൂട് നിൽക്കും. എന്നാലും നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ മുതലാ നമുക്ക് രാത്രിയുള്ള പണിയാ. അതെ. കാരണം ഒരാളുടെ കാ വന്നാൽ അതിന് കസ്റ്റമർ വീണ്ടും കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ ഉണങ്ങി റെഡിയാക്കി എടുത്തു കൊടുത്താലേ അടുത്ത പ്രാവശ്യം വരുന്നു. അതെ, ചില എല്ലാം ഒത്തിരി ഡ്രയറുകളിലെല്ലാം ഈ കാ ഉണങ്ങി കൂടുതൽ ഉണക്കമാകുന്നതും അങ്ങനെ പോകുന്നതൊക്കെ ആയിട്ട് കംപ്ലൈന്റുകളൊക്കെ പറയുന്നു. നമ്മൾ ഈ കൂടുതൽ ഹിന്ദിക്കാരെ തന്നെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. നമ്മളും കൂടെ ശ്രദ്ധിക്കണം. കാരണം അവര് അവരുടെ ജോലി ചെയ്തിട്ട് അവർക്ക് ജോലി ഇവിടെയല്ലേ വേറെ ജോലി കിട്ടും. നമുക്കതല്ലോ ഇത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും. ഇതിപ്പോ നമ്മള് ഒരു 700 കിലോ ട്രേ ഫുള്ളാക്കി ഇട്ടേക്കുന്ന. ഇനിയിപ്പോ അടുത്ത നമ്മൾ ഇരുന്നു 2 എണ്ണം കൂടി ഇനി ഇടാണല്ലോ ഇല്ല മൊത്തം ഫുള്ള് 3 എണ്ണം ഇടാണല്ലോ ഉണ്ട്. നമുക്കിവിടെ ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്ന വിറകാണ് ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പുളിമുട്ടി എല്ലാം ആയിരിക്കും കരിവേലകം. അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ മറ്റേ ബ്രിക്കറ്റ് എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുറ്റി നിറച്ച് കഴിഞ്ഞാല് 5 മണിക്കൂർ നേരം നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. 5 മണിക്കൂർ നമുക്ക് ഉറങ്ങാം. കാരണം 5 മണിക്കൂർ അത് നിൽക്കും. അതും ഈ അറക്കപ്പൊടി വേസ്റ്റ് ഉപയോഗിച്ചല്ലേ? കാപ്പിത്തൊണ്ട് കശുവണ്ടിയുടെ എല്ലാം കൂടെ പ്രസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? അതല്ലേ ഈ സാധനം ചാക്കിനകത്തിരിക്കുന്നതല്ലേ? അതെ. ഇതല്ലേ? അതെ. ഇത് വിറകിന് പകരം നമ്മൾ ഇട്ട് കൊടുക്കുക. വിറകിന് പകരം. ഇതപ്പോ നല്ല ടൈറ്റ് ആയിട്ട് കത്തി നിൽക്കുമായിരിക്കും. പണ്ടത്തെ ഒരു സമാവറിന്റെ സിസ്റ്റം ഇല്ലേ? സമാവർ പഴയ അറക്കപ്പൊടിയൊക്കെ വെച്ചിട്ട് കത്തിക്കുന്നത് അതുപോലൊരു സാധനോ. ഇതിനൊക്കെ എന്നാ റേറ്റ് വരുന്നുണ്ട് ഇപ്പൊ? എല്ലാത്തിനും വില 12,000 രൂപ. ഇതിന് കിലോ 12 രൂപ. അപ്പൊ നമ്മളൊരു ഡ്രയറിൽ നമ്മളിപ്പോ ഒരു ദിവസം എത്ര ഉപയോഗിക്കേണ്ടി വരും? നമ്മള് 100 കിലോ ഉപയോഗിക്കേണ്ടി വരും ഒരു ഡ്രയറിന് ഒരു ദിവസം. അപ്പം ന്യായമായിട്ടും നല്ല വിലമുണ്ട്. വിറകിനും വില കൂടുക അല്ലേ? വിറകിനും വില കൂടുക. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നമ്മള് ഈ വിറകും ബ്രിക്കറ്റും ഉപയോഗിച്ച് ചെയ്യുന്നതിന് ലാഭം ഇലക്ട്രിക് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ മുടക്ക് മുതൽ കൂടുതലായിരിക്കും. ഇതൊരു 5 ലക്ഷം രൂപ തീരുമെങ്കിൽ അതൊരു 15 ലക്ഷം രൂപ ആവും. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇലക്ട്രിക് അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഇലക്ട്രിക് ആകുന്നത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് തന്നെ ചിന്തിച്ചാൽ മതി. അതാണെങ്കിൽ പണി കുറവുണ്ടായിരുന്നു. വിറകിന് ആളെ വേണ്ട, കീറാൻ ആള് വേണ്ട. അങ്ങനെയുള്ള പല പല. പിന്നെ രാത്രിയിലാണെങ്കിലും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങിയ സുഖമായിട്ട് രാവിലെ നോക്കിയാൽ മതി. കഷ്ടപ്പാടുകൾ കുറവുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പൈസ മുടക്കുന്നുണ്ട്. അഡ്വാൻസ് ടെക്നോളജി വരുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരും. നമുക്കിപ്പോ 3 ഡ്രയർ ഉണ്ട്. അടുത്ത ഒരെണ്ണോടെ വെക്കാൻ പോവാ അല്ലേ? അപ്പൊ 700 കിലോ വെച്ച് 4 എണ്ണം. ഇപ്പൊ വൺ ടൈം നമുക്ക് 2700 കിലോ അടിക്കാനുള്ള സംവിധാനം, അടിച്ചുണങ്ങി വെക്കാനുള്ള സംവിധാനം. ഇത് നമ്മള് ലോൺ ചെയ്തതാണോ? അതെ, ലോൺ ചെയ്ത പ്രധാനമന്ത്രിയുടെ സ്കീമിൽ പെടുത്തി ചെയ്തെടുത്ത അല്ലേ? അപ്പോൾ സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ നല്ല ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ വരട്ടെ. വീടിനടുത്തായതുകൊണ്ട് തന്നെ നോക്കാനുള്ള കേസേ ഉള്ളൂ. പിന്നെ നോക്കാൻ എത്രയായാലും പറ്റിയല്ല. എന്നാലും നമുക്ക് തന്നെ ഒരു മേൽനോട്ടം വഹിക്കാം, ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ വൈഫാണെങ്കിൽ നോക്കാം. അതാണ് ഏറ്റവും വീടിനടുത്തായതുകൊണ്ട് അങ്ങനെ ഒരു നേട്ടം. പിന്നെ നല്ല സൗകര്യമാണ്. നമുക്കാണെങ്കിലും ഒന്ന് സാധനമൊക്കെ ഇറക്കാനും കയറ്റാനും സൗകര്യമുണ്ട്. ഒരാളുടെ കാ ഇട്ടു. ഇപ്പൊ ആ കാ മാറിപ്പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഈ വല അതിന് മേളിൽ കൂടെ കിട്ടും. അപ്പം അടുത്ത് ഇനി ഇടുമ്പോ ഈ വലയുടെ മേളിലാണ് വരുന്നത്. കണ്ടോ?
ഇനി എടുക്കുമ്പം ഈ വലയ്ക്കകത്ത് നിന്ന് വാരിയെടുക്കും. അപ്പോൾ ഓരോ ആൾക്കാരുടെയും മാറിപ്പോകാതെ കറക്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് അടുത്ത ആളുടെ ഇടും അല്ലേ? ഒരാളുടെ അതിനകത്ത് പേരെഴുതിയിട്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഇടുന്നതിന് മുന്നേ അതിനകത്ത് ആരുടെ പേരെഴുതിയിടും, എന്നിട്ട് കായ് ഇടും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ബാക്കി ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 24 മണിക്കൂർ 18-20 മണിക്കൂർ എടുക്കും. ഉണങ്ങി കഴിഞ്ഞിട്ട് എടുക്കാൻ നേരം നമുക്ക് വന്ന് പെയിൻറ്റ് ബാക്കി എടുക്കാം. നമ്മൾ ഇന്നലെ ഇട്ട ഏലക്കായ കേട്ടോ, ഏതാണ്ട് ഈ സ്റ്റോറ് ഇതിൻ്റെ പെട്ടി നിറയെ ഉണ്ടായിരുന്നു. ഉണങ്ങി കഴിഞ്ഞതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കിനും ഈ കണ്ടീഷനിലാണ് ആയി വരുന്നത്. നല്ല ചൂടാണ്. 3 ഡ്രയർ ഒരുപോലെ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ ഇന്നലെ ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കായ എടുത്തിട്ട് വാരിയിട്ട് തേക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇതിൻ്റെ ഈ പൊടിയെല്ലാം കളഞ്ഞ് നല്ലപോലെ ഒരു മെഷീനകത്തിട്ട് നല്ലപോലെ റെഡിയാക്കി എടുക്കും. അതും കൂടെ നമുക്ക് നോക്കാം. ഇതുമെല്ലാം കണ്ടിട്ടുണ്ടോ? സ്റ്റോറിനകത്ത് കയറിയിട്ടുണ്ടോ? ഇത് സ്റ്റോറിനകത്ത് ഇതാണ് മെഷീൻ കണ്ടോ. ഇതിനകത്താണ് നമ്മൾ കായെല്ലാം ഉണങ്ങി റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ പിടി കിട്ടിയോ? ഇനി ഈ ചേട്ടന് ആ കായ എടുത്തിട്ട് ഈ മെഷീനകത്തിട്ട് കായയുടെ അതിൻ്റെ വേസ്റ്റുകളെല്ലാം കളഞ്ഞ് നല്ലപോലെ ക്ലിയർ ആക്കിയെടുക്കും. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരുടെ എടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു വലയ്ക്കകത്തുള്ളത് ഒരാളുടെയാണ്, അതിന് താഴെയുള്ളത് വേറെ. ഒരു വലയ്ക്കകത്തുള്ളത് നമ്മൾ വാരിയെടുക്കുക. ഇതാണ് നമ്മൾ തേക്കുന്ന മെഷീൻ എന്ന് പറയും. ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് റെഡിയാക്കുക. അതിനകത്ത് നല്ലപോലെ റെഡിയായി കോട്ടയ്ക്കകത്ത് വന്നു പോയി. അതിൻ്റെ വേസ്റ്റ് എല്ലാം അപ്പുറത്തും പോകും. നല്ല സൂപ്പറായിട്ടാണ് വരുന്നത്. നല്ല അടിപൊളി കായ. ഇങ്ങനെ മേളിൽ കൂടെ ഇട്ട് കൊടുക്കും. മേളിൽ കൂടെ ഇട്ടിട്ട് അതിനകത്തുനിന്ന് ഇത് റെഡിയായി താഴെ പൊട്ടും പൊടിയെല്ലാം അരിയെല്ലാം താഴെ വരും. ബാക്കി നല്ല കാ മുഴുവൻ ഇങ്ങനെ വന്ന് ഇതിനകത്ത് വരും. ഇപ്പം തന്നെ എല്ലാം റെഡിയായി വരുന്നുണ്ട്. റെഡിയായ കാ നമ്മൾ ചാക്കിനകത്തോട്ട് മാറ്റി റെഡിയാക്കി എല്ലാം ചാക്കിനകത്തോട്ടാക്കി വെക്കും. ബാക്കി വരുന്നത് വീണ്ടും ഇതുപോലെ തന്നെ തേച്ച് നല്ല റെഡിയാക്കി എടുക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോറിൽ കായ ഉണങ്ങി എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഏലക്ക കൊണ്ടുവന്ന് സ്റ്റോറിൽ കൊടുത്തിട്ട് അത് ഉണങ്ങി എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഏലം പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.